ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാണ്. നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു. ഡിഡ് ഷി റിയലി സേ ദാറ്റ് ഓർ ആർ വി ഇമാജിനിങ് ഇറ്റ്? ലൈക്ക് ഹൗ ക്യാൻ എ ഹ്യൂമൻ ബീങ് ടോക്ക് ലൈക്ക് ദിസ്? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം ബോഡി വി സപ്പോസ് ടു ഡു. അവരുടെ എന്താണ് വൈഫൈ ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്. അമ്മയാണ് ഇവിടെ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഓൾ കട്ട് റിലേഷൻ വിത്ത് ഹർ. കാരണം വി വർ ലൈക്ക് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? എന്തായാലും ഞാൻ ദിവസങ്ങൾ എന്നെ ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് താരമില്ല, ഞാൻ ഒറ്റയ്ക്കായി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വളരെ സീരിയസ് ആയിട്ടൊരു വീഡിയോ ആണ്. ഈ ഒരു വിഷയത്തിൽ എല്ലാത്തിനും ഉത്തരങ്ങൾ കിട്ടിയിരിക്കുന്നു. അതായത് ഇന്നലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തത് സിന്ധു കൃഷ്ണ, കൃഷ്ണകുമാറിൻ്റെ വൈഫ് സിന്ധു കൃഷ്ണ, അവരുടെ മക്കളായ അഹാന കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ ഇൻവോൾവ് ആകുന്ന ഒരു സംഭവമാണ്. സിന്ധു ചേച്ചിയുടെ മകൾ, അനിയത്തിയുടെ മകൾ തൻവി നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ. അതായത് തൻവി ഇതേപോലെ തൻ്റെ അമ്മൂമ്മയെ വീഡിയോ കോൾ ചെയ്യുന്നതിന് ശേഷം ഈ പറഞ്ഞോണം അമ്മൂമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞ്, അതായത് സിന്ധു ചേച്ചിയുടെ അമ്മയ്ക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരു വീഡിയോ. ആ ഒരു വീഡിയോ ഒരുപക്ഷെ കണ്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ദുഃഖം തോന്നിയേക്കാം. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം സിന്ധു ചേച്ചി ഏറിൽ നിന്ന് ഏറിലേക്ക് ആൾക്കാർ കയറ്റുന്ന രീതിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് അതിൻ്റെ എന്താണ് സത്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വിഷയത്തിൽ സിന്ധു ചേച്ചിയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായമെന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ചെയ്തത്. ഈ ഒരു വിഷയത്തിൽ സിന്ധു ചേച്ചിയെ പലരും നമ്മൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. ഈ ഒരു വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ, അതായത് എന്തുകൊണ്ടാണ് ഇവർ തങ്ങളിൽ, അതായത് ഈ അമ്മൂമ്മയുമായിട്ട് ഈ ഒരു കുടുംബം ഇടയാനുണ്ടായ സാഹചര്യം, അതായത് ഏതൊരു മനുഷ്യനും കേട്ടാൽ അറയ്ക്കുന്ന ചില വാക്കുകൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് അഹാനയെ പറ്റിയും ആ ഒരു കുടുംബത്തിലെ കൊച്ചു മക്കളെ പറ്റിയും ഉണ്ടായി. ഒരുപക്ഷെ പുറത്തുനിന്ന് ചില ആളുകൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം. നേരെ മറിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ, അമ്മൂമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ വീട്ടിലുള്ള അംഗങ്ങൾ ഇതുപോലുള്ള വാക്കുകൾ, ഏറ്റവും വൃത്തിഹീനമായ ഒരു പദപ്രയോഗമാണ് അമ്മൂമ്മ നടത്തിയെന്നാണ് പറയുന്നത്. എന്താണെന്നുള്ള കാര്യം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ അമ്മൂമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ തുടർന്നാണ് ഇവർ തങ്ങളിൽ അത്രയും അധികം ഒരു പിണക്കം ഉണ്ടാകാൻ കാരണം. എന്താണ് സംഭവിച്ചത് വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. ഇറ്റ് വാസ് എ വോയിസ് നോട്ട്. പുള്ളിക്കാരി മെസ്സേജ് ആയിട്ട് അയച്ചതാണ്. നമ്മൾ വീണ്ടും വീണ്ടും കേട്ടു. ഡിഡ് ഷി റിയലി സേ ദാറ്റ് ഓർ ആർ വി ഇമാജിനിങ് ഇറ്റ്? ലൈക്ക് ഹൗ ക്യാൻ എ ഹ്യൂമൻ ബീങ് ടോക്ക് ലൈക്ക് ദിസ്? അങ്ങനത്തെ ഒരു വൃത്തിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അന്ന് വി സെഡ് ബാക്കി അവരുടെ കാര്യങ്ങളൊക്കെ ഹോം നഴ്സും കാര്യങ്ങളും എല്ലാം ബോഡി വി സപ്പോസ് ടു ഡു. അവരുടെ എന്താണ് വൈഫൈ ഇതൊക്കെ അമ്മയാണ് പേ ചെയ്യുന്നത്. അമ്മയാണ് ഇവിടെ നിന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഓൾ കട്ട് റിലേഷൻ വിത്ത് ഹർ. കാരണം വി വർ ലൈക്ക് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ആളുമായിട്ട് നമ്മൾ എങ്ങനെ ഒരു റിലേഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പ്രൂഫ് ഒന്നും പുറത്തു വിടാൻ പറ്റില്ല. ഈ നിങ്ങളിൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നില്ല, നമ്മുടെ വെൽ വിഷേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെ പേഴ്സണലായിട്ട് കാണുവാണെങ്കിൽ കമൻറ്റ് ടെൽ മീ. ആനയുടെ ആ വീഡിയോയിൽ പറഞ്ഞ ആ വോയിസ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചു തരാം. ബിക്കോസ് ഇറ്റ്സ് എ വെരി കേൾക്കുന്നൊരു ഞെട്ടിപ്പോവും. ഭയങ്കര എൻ്റർടൈനിങ് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്നെ നേരിട്ട് വന്ന് കണ്ടാൽ പറയാം, എനിക്ക് ഒരു ഉളുപ്പുമില്ല. കാരണം നമ്മളെക്കുറിച്ച് മോശമാണ് പറയുന്നെങ്കിലും ഇല്ലാത്തൊരു മോശം പുള്ളിക്കാരുടെ ഇമാജിനേഷനാണല്ലോ പുള്ളിക്കാരൻ. എനിക്കത് കേൾപ്പിക്കാൻ ഒരു പ്രശ്നമില്ല. പക്ഷേ എനിക്കത് ഓൺലൈനിലിട്ടൊന്നും എനിക്കതിനെ നാളെ മറ്റേ വാർത്തയിൽ വരുന്ന രീതിയിൽ എനിക്ക് ഇടാനൊന്നും ഒരു താല്പര്യമില്ല. സോ അന്ന് ആണ് വി കംപ്ലീറ്റ്ലി കട്ട് റിലേഷൻ വിത്ത് ഓൾ ഓഫ് അസ്. മൈ മോം, സിസ്റ്റർ, ചിന്നമ്മ, ദീനങ്കിൾ. വി വർ ലൈക്ക് നമുക്ക് പറ്റില്ല. പലതരത്തിലുള്ള നമ്മൾ ഇവരുടെ എത്രയോ പ്രശ്നങ്ങൾ പോട്ടെ എന്ന് വെച്ചിരുന്നു. പക്ഷേ ദിസ് ഇസ് ബിയോണ്ട് എവറിത്തിങ്. ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് വി കട്ട് റിലേഷൻഷിപ്പ് എന്നല്ല, വി കട്ട് കോൺടാക്ട് വിത്ത് ഹർ ഓൺ ദാറ്റ് ഡേ 31 ഒക്ടോബർ. അപ്പോൾ അതുകൊണ്ട് അമ്മുമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം അമ്മുമ്മേനെ എന്തുകൊണ്ട് നമ്മൾ വിളിക്കുന്നില്ല. അല്ലാതെ അപ്പൂപ്പ മരിച്ച ഉടനെ അമ്മുമ്മയിൽ നിന്ന് തിരിഞ്ഞു നോക്കി നടന്നു പോയ ആൾക്കാർ നോ. ആൻഡ് ഇതിലെ ഫൺ ഫാക്ടേഴ്സ്, ഈ അമ്മുമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ ഒരു അമ്മുമ്മ എന്നെ നമ്മളെ പറ്റി പറഞ്ഞ ഈ മോശപ്പെട്ട കാര്യം നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ ഞാൻ ഇട്ടു. സെയിം ലിസൺ, നിങ്ങൾ വേണമെങ്കിൽ ബന്ധം വെച്ചോ, എനിക്ക് ഇനി അമ്മുമ്മയായിട്ട് ബന്ധം വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനിത് ഗ്രൂപ്പിൽ ഇട്ടപ്പം എൻ്റെ ഈ കസിൻ തൻവി ഓൾസോ റിപ്ലൈഡ് സേയിങ് ഓ മൈ ഗോഡ്, ഐ ഡോണ്ട് ഈവൻ നോ വാട്ട് ടു സേ, ഇത് എന്താ പറയുന്നതെന്നുള്ള രീതിയിൽ. സോ ഈവൻ തൻവി നോസ് വൈ വി ആർ നോട്ട് ഇൻ ടച്ച് വിത്ത് ഹർ. അതായത് അഹാനയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും മ്ലേച്ഛമായ, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ. മിക്കവാറും അത് ഒരുപക്ഷെ മക്കളെ പറ്റി പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിൽ സിന്ധു ചേച്ചിയോടോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിനോടോ ഒക്കെ ആക്ഷേപിക്കുന്ന തരത്തിൽ, അവരുടെ കുടുംബത്തെ ഒന്നടങ്കം ആ ഒരു പെൺകുട്ടികളെ അവഹേളിക്കുന്ന രീതിയിൽ സ്വന്തം അമ്മൂമ്മ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും അത് വളരെ നിരാശാജനകം തന്നെയാണ്. ഈ ഒരു സംഭവം ഒരുപക്ഷെ മൂന്നാമതൊരാൾ പറയുകയാണെങ്കിൽ പിന്നെയും ആ ഒരു നിലക്കെടുക്കാം. പക്ഷെ സ്വന്തം കുടുംബത്തിൽ
പ്രായം ഒരുപാടായ ആളാണെങ്കിൽ പോലും ഈ രീതിയിൽ പറയുന്നത് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കും അത് പൊറുക്കാൻ സാധിക്കത്തില്ല. പിന്നെ അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെന്ന് തോന്നില്ല. അതായത് അത്രയും അധികം അവരോട് അറ്റാച്ച്ഡായി നിന്നിട്ടും ഈ രീതിയിലാണ് നമ്മളെ കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഒരു സ്നേഹം എന്തായാലും പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് തോന്നത്തില്ല. ആ ഒരു വിഷയത്തിൽ ഇവരെ കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഇതുമായി ബന്ധപ്പെട്ട് അമ്മൂമ്മയുടെ കേസിൽ തുടക്കം മുതൽ എന്താണ് ഉണ്ടായതെന്നും അഹാന പറയുന്നുണ്ട്. അമ്മൂമ്മ എന്തുകൊണ്ടാണ് നിങ്ങളാരും അമ്മൂമ്മയെ കാണാൻ പോകാത്തത്? അമ്മൂമ്മ അവിടെ ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അമ്മൂമ്മ അങ്ങനെ, നിങ്ങൾ എന്തുകൊണ്ട് അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ല? ഐ ടെൽ യു സംതിങ് വെരി ക്ലിയർലി. ഐ റിയലി ഡോണ്ട്, ഐ വിഷ് ഐ ഡിഡ്ന്റ് ഹാവ് ടു ഡു ദിസ്. പക്ഷേ നമ്മളും അമ്മൂമ്മയായിട്ട് കോൺടാക്റ്റ് ഇല്ലാത്തതിനും അപ്പൂപ്പൻ മരിക്കുന്നതിനും ഒരു ബന്ധമുള്ള കാര്യമില്ല. അമ്മൂമ്മയും നമ്മളുമായിട്ടുള്ള കോൺടാക്ട് കട്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇസ് ഓൺ ദ 31st of October 2025, 1 day before ഇഷാനീസ് ബർത്ത്ഡേ. ഇഷാനിയുടെ ബർത്ത്ഡേ പാർട്ടിയിൽ അല്ലെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും വരാനിരുന്നതാണ്. ഒരു അമ്മൂമ്മയായിട്ടൊരു മാസീവ് ഫോൾ ഔട്ട് സംഭവിച്ചത് കൊണ്ടാണ് അവർ വരാതിരുന്നതും. പിന്നെ ഞാൻ അമ്മൂമ്മയെ നമ്മളെല്ലാവരും കാണുന്നത് തന്നെ അപ്പൂപ്പ മരിക്കുന്ന ദിവസമാണ്, വിച്ച് ഇസ് ഓൺ ദ 29th of March 2026. എൻ്റെ അമ്മൂമ്മേനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറ്റമൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ല. പക്ഷേ ഷീസ് എ വെരി പ്രോബ്ലമാറ്റിക് പേഴ്സൺ. ഷീസ് എ വെരി ഡിഫിക്കൽട്ട് ടു അഡ്ജസ്റ്റ് പേഴ്സൺ. ഐ വെരി ബാഡ്ലി ഫീൽ സോറി. ഐ റിയലി ഫീൽ വെരി സാഡ് ഫോർ മൈ മദർ. കാരണം എൻ്റെ അമ്മ ഒരു ഗ്രേറ്റ് മദറാണ്. സോ യൂഷ്വലി ഇപ്പം ഞാൻ നാളെ എൻ്റെ കുട്ടികളോടൊരു നല്ല അമ്മയാണെങ്കിൽ ദാറ്റ് ഇസ് പ്രോബബ്ലി ബിക്കോസ് ഐ ഹാഡ് എ ഗുഡ് മദർ ആൻഡ് ഐ സോ വാട്ട് ഇറ്റ് is to be a good mother and give motherly love. ആ സ്നേഹം ഞാൻ ചിലപ്പോൾ എൻ്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും. അമ്മ നമുക്ക് ഒരുപാട് മദർലി ലവ് തരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ട് അമ്മ അത് എവിടെ നിന്ന് കണ്ടുപഠിച്ചു, അല്ലെങ്കിൽ കാരണം അമ്മയ്ക്ക് അത് ലൈഫിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അത് മേ ബി അമ്മയൊന്നും അത്രയും റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ബിക്കോസ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് എ വെരി ഗുഡ് പാരൻറ്റ്. ഹി വാസ് ഡൂയിങ് എവറിത്തിങ് എ റിയലി ഗുഡ് പാരൻറ്റ് ഷുഡ് ഡു. അപ്പോൾ അമ്മയ്ക്ക് കൊച്ചിലേ തൊട്ടേ അമ്മമ്മ എപ്പോഴും ഒരു വെരി ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ പ്രോബ്ലമാറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരാളാണ്. അത് നമുക്കൊക്കെ കൊച്ചിലെ കുഞ്ഞുനാൾ തൊട്ടേ അമ്മമ്മയുടെ ഓരോ പ്രാന്ത സ്വഭാവങ്ങളാണ് നമുക്ക് ഓർമ്മ. പക്ഷെ നമ്മൾ ആസ് വി ഗ്രോ അപ്പ് ആൻഡ് ആസ് ഷീ ഗെറ്റ്സ് ഓൾഡർ നമ്മൾ വിചാരിക്കും ആ പോട്ടെ സാരമില്ല, അമ്മൂമ്മയല്ലേ പോട്ടെ സാരമില്ല എന്ന്. കാരണം ഇപ്പം നമുക്കൊക്കെ ഒരു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയും മരിച്ചു, അച്ഛൻ്റെ അച്ഛൻ പണ്ടേ മരിച്ചു. അപ്പം നമുക്ക് ആസ് ഗ്രാൻഡ് ചിൽഡ്രൻ നമുക്ക് കാണില്ലേ ഒരാഗ്രഹം, ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ളൊരു ടൈം, ഗ്രാൻഡ് പേരൻസിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യണം, ഡു തിങ്സ് വിത്ത് ദം, ഗോ ടു പ്ലേസസ് വിത്ത് ദം. അത് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഈ ആഗ്രഹങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് വി വർ കോൺസ്റ്റൻ്റ്ലി ഡൂയിങ് തിങ്സ് വിത്ത് ദം. അല്ലാതെ അവരിങ്ങോട്ട് എന്തെങ്കിലും തരും എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ തന്നിട്ടുള്ളത് കൊണ്ടോ ഉള്ള ഒരു തിരിച്ചുള്ളൊരു നന്ദി പ്രകടനം ഒന്നുമല്ല. എൻ്റെ ഗ്രാൻഡ് പേരൻസ് എനിക്ക് 1-2 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ ഗൾഫിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ കുറച്ച് സാധനം, എൻ്റെ അഡൾട്ട് ലൈഫിൽ നമ്മൾ അങ്ങോട്ട് സാധനങ്ങൾ കൊടുക്കുന്നതല്ലാതെ നമുക്ക് അവർ ഇങ്ങോട്ടൊന്നും തന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്റ്റും ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. വി നെവർ വാണ്ടഡ് ഇറ്റ്. കാരണം വി വർ ഫിഗറിങ് ഔട്ട് ആർ ലൈഫ്. വി നെവർ തോട്ട് ദാറ്റ് ഗ്രാൻഡ് പാരൻസ് ആർ ദ കൈൻഡ് ഓഫ് പീപ്പിൾ ഹു വിൽ പ്രോബ്ലി ഗിവ് യു തിങ്സ്. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടില്ല. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് മൈ ഗ്രാൻഡ് ഫാദർ വാസ് ഓൾവേസ് എ വെരി ഗുഡ് ഗ്രാൻഡ് പേരൻറ്റ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള പോലെ സംബഡി വി മിസ്, സംബഡി ഹു ഷുഡ് നോട്ട് പ്രോബബ്ലി ഹാവ് ലെഫ്റ്റ് സോ സൂൺ. പക്ഷേ മൈ ഗ്രാൻഡ് മദർ വാസ് ഓൾവേസ് എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. നമ്മൾ പോട്ടെ എന്ന് വെച്ചിട്ട് അടിയൊക്കെ നടക്കും. പിന്നെ അത് വീണ്ടും നമ്മളങ്ങ് പാച്ചപ്പായി ഫൊഗീവ് ചെയ്ത് കളയും. അമ്മമ്മ എന്നോട് പണ്ട് എപ്പോഴും ഭയങ്കര വേണ്ടാതീനം പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് പറഞ്ഞിട്ട് ഞാൻ നിൻ്റെ അമ്മമ്മയല്ലേ, അതപ്പോൾ നിനക്കങ്ങ് ക്ഷമിച്ച് വിട്ടൂടെ. ആ ഒരു ഇതിൽ നമ്മൾ വിചാരിക്കും വയസ്സായില്ല, ഇനി എത്ര നാളും കൂടി ഉണ്ടാവും, പോട്ടെ സാരമില്ല, പ്രായത്തിൻ്റെ ഇതിൽ പ്രാന്ത് കാണിച്ചായിരിക്കും, പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വി ടേക്കിംഗ് ദം ടു സോ മെനി കൺട്രീസ്. ഈവൻ ലാസ്റ്റ് ഡിസംബർ നമ്മൾ ദുബായി പോയപ്പോൾ ഞാനും അമ്മയും പറയുമായിരുന്നു, ഞാൻ അമ്മമ്മയോട് ചോദിക്കായിരുന്നു അമ്മമ്മയ്ക്ക് ബുർജ് ഖലീഫ കാണണം എന്ന് ആഗ്രഹമുണ്ടോ. ഇതൊക്കെ ഇവരൊരു പഞ്ചപാവാന്ന് വിചാരിച്ചിട്ടല്ല. ഇതിനു മുമ്പ് എത്രയെങ്കിലും അടികൾ സംഭവിച്ചിട്ടുണ്ടോ. പക്ഷേ വിൽ ബി ലൈക്ക് സാരമില്ല പോട്ടെ. പക്ഷേ ഈ ഡിസംബറിന് മുമ്പാണ് ഈ മാസീവ് അടി നടക്കുന്നത്. അപ്പോൾ അമ്മമ്മ ഹാസ് ഓൾവേസ് ബീൻ എ പ്രോബ്ലമാറ്റിക് പേഴ്സൺ. പക്ഷേ ദ പ്രോബ്ലമാറ്റിക് തിങ് ഇൻ ഹെർ ബിക്കെയിം റിയലി ബാഡ് അപ്പൂപ്പൻ വയ്യാതായി കഴിഞ്ഞപ്പോൾ. അപ്പൂപ്പൻ ഈ ഓഗസ്റ്റിൽ സ്ട്രോക്ക് വന്ന ശേഷം, സെപ്റ്റംബറിൽ സർജറിയും കഴിഞ്ഞ ശേഷം ഹി ഓൾവേസ് നീഡഡ് എ ഹോം നഴ്സ്. അതില്ലാതെ അപ്പൂപ്പന് പറ്റില്ലായിരുന്നു. കാരണം അപ്പൂപ്പന് ഷുഗർ ഉള്ളതുകൊണ്ട് ഡെയിലി 3 പ്രാവശ്യം ഇൻസുലിൻ എടുക്കണം. ആൻഡ് അപ്പൂപ്പന് ഒരുപാട് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അപ്പൂപ്പൻ നമ്മളോട് കള്ളം പറയും ഇൻസുലിൻ എടുത്തു എന്ന്. പക്ഷേ അപ്പൂപ്പൻ ഇൻസുലിൻ എടുക്കത്തില്ല. അങ്ങനെ കുറേ ദിവസം ഹോം നഴ്സ് ഇല്ലാതെ അപ്പൂപ്പൻ ഇൻസുലിൻ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അപ്പൂപ്പൻ ഷുഗർ ഡൗൺ ആയി കൊളാപ്സായി ബോധമില്ലാതെ കിടക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അവർ റിവൈവ് ചെയ്തെടുത്തിട്ട് അവർ പറയും ഇൻസുലിൻ ബോഡി കയറിയിട്ടില്ല എന്ന് പറയും. സോ അപ്പൂപ്പൻ ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്. ഹി നീഡഡ് എ ഹോം നഴ്സ്. അങ്ങനെയാണ് അപ്പൂപ്പൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്നാണ് ലൈഫ് കെയർ സതീഷ് വാസ് എ ഗൈഡ്. നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത് കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ്സ് എ വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാമല്ലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവരോരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ് വന്നൊരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേര്, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം
കാരണം ഈ ഹോം നേഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ, ലെറ്റ് ദാറ്റ് പേഴ്സൺ ഡു ദിയർ ജോബ്. എന്തിനാ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക? ഒരു നല്ല ഹോം നേഴ്സിനെയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എല്ലാം തികഞ്ഞ ഒരാളെ നമുക്ക് ഹോം നേഴ്സായിട്ട് നമ്മൾ കിട്ടുന്ന ആളുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. സോ അമ്മ ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. അപ്പോൾ അവസാനം എൻ്റെ അപ്പൂപ്പ മരിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടാൽ അറിയാം. ഞാൻ 29th ജാനോ 31st ജാനോ ഞാനോ അപ്പൂപ്പനും അവസാനമായിട്ട് ട്രിവാൻഡ്രം ഫുഡ് കഴിക്കാൻ പോയ ദിവസം പറയുന്നുണ്ട്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായി ഈ കുടുംബത്തെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. കാരണം പ്രായം ഒരുപാടുള്ള ആളുകൾ ഇതേപോലെ പിടിവാശിക്കാരാവുകയും മോശമായ രീതിയിൽ അവരിതേപോലെ ബിഹേവ് ഒക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് നിൽക്കണമെന്നൊക്കെ നമ്മൾ എല്ലാവരോടും പറയുന്നുണ്ട്. അത്തരത്തിൽ ഇവരും ഒരുപാട് ക്ഷമിച്ച് കണ്ട് ഈ അമ്മൂമ്മയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഒരുപാട് ഇവർ സാക്രിഫൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഒരുപാട് വട്ടം ഇണങ്ങിയും പിണങ്ങിയും അതവരുടെ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ്. അതായത് ഈ പറയുന്ന കാലയളവിലൊക്കെ അമ്മൂമ്മയുമായി ഇവർ, അതായത് ഈ പെൺകുട്ടിയെ തൻവിയെ യാത്ര അയക്കുമ്പോൾ അമ്മൂമ്മ അവരുടെ അടുത്തുണ്ട്, ദുബായി പോകുമ്പോഴുണ്ട്. ഈ പറയുന്ന കാലയളവിലൊക്കെ അതായത് പണ്ട് തൊട്ടേ അമ്മൂമ്മയ്ക്ക് ഈ ഒരു ക്യാരക്ടറുണ്ട്. ഇവരുമായിട്ട് അടിച്ച് പിരിയുന്നുണ്ട്. വീണ്ടും ഇവർ അമ്മൂമ്മയായിട്ട് ഇണങ്ങി വലിയ സ്നേഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത രീതിയിൽ അമ്മൂമ്മയുടെ ഭാഗത്ത് നിന്ന് ചില നീക്കങ്ങൾ, അതായത് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അമ്മൂമ്മയുടെ ഭാഗത്ത് നിന്ന്, അതായത് അമ്മൂമ്മ ഒരു പക്ഷേ അത് അവരോട് മാത്രമല്ലായിരിക്കും പറഞ്ഞേക്കുന്നത്, നിരവധി ആളുകളോട് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അമ്മൂമ്മ പറഞ്ഞത് തന്നെ ആയിരിക്കാം ഏറ്റവും അധികം ഇവരെ ചൊടിപ്പിക്കാനുണ്ടായ സാരിയെന്ന് മനസ്സിലാക്കുന്നു. കാരണം പരമാവധി ഇവർ ശ്രമിച്ചു. അതായത് അമ്മൂമ്മ വേണ്ട കാര്യങ്ങളൊന്നും ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. തൻവിക്കാണ് ഏറ്റവും അധികം പ്രോപ്പർട്ടിയും സ്വത്തുകളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതായത് ഈ സിന്ധു കൃഷ്ണ അവിടെ നീ പറഞ്ഞ കണക്ക് വീട്ടുകാരുടെ സമ്മതമില്ലാതെ കൃഷ്ണകുമാർജിയെ സ്നേഹിച്ചിറങ്ങി വന്ന ഒരാളാണ്. ആ സമയത്ത് വലിയ ശത്രുതയായിരുന്നു. അതിനുശേഷം ഇവർ വീണ്ടും സ്നേഹമാവുന്നു. ഇളയ മകൾ, അതായത് സിന്ധു ചേച്ചിയുടെ അനിയത്തി മറ്റൊരു കല്യാണം കഴിക്കുന്നു. ആ ഒരു ഹസ്ബൻഡ് മരിക്കുന്നു. മകളെ ഉപേക്ഷിച്ച് അവർ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നു. തൻവി ഒറ്റപ്പെടുന്നു. ഈ പറഞ്ഞ തൻവി അപ്പൂപ്പനും അമ്മൂമ്മയും നോക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പൂപ്പനും അമ്മൂമ്മയും ഏറ്റവും അധികം സ്നേഹിച്ചത് തൻവി എന്ന് പറയുന്ന ഈ കുട്ടിയാണ്, അല്ലാതെ സിന്ധു ചേച്ചിയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല. വെരി 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 ക്ലിയർലി. എന്നിട്ട് കാനഡയിൽ നിന്ന് വിളിച്ച് ഒരു വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വീഡിയോ കോൾ വിളിക്കുന്നു. അമ്മൂമ്മയെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ച പോലെ കുറേ ഡയലോഗ്സ്, എന്താണ് എന്നെ വിളിക്കാൻ ആരുമില്ല, ഞാൻ ഈ വീട്ടിലൊറ്റയ്ക്കാണ്, അങ്ങനെ ഇങ്ങനെ. അതെടുത്തിടാൻ തൻവി കാണിച്ചൊരു മനസ്സ് എനിക്കൊന്നുമില്ല പറയാൻ. വെൻ ഷീ വെരി വെൽ നോസ് വാട്ട് ദിസ് ലേഡി ഹാസ്. തൻവിക്ക് അത്ര കൺസേൺ അമ്മൂമ്മയെടുത്തുണ്ടെങ്കിൽ വൈ കുഡ്ന്റ് ഷീ ടെൽ അമ്മൂമ്മ, അമ്മൂമ്മ പറഞ്ഞത് തെറ്റ്, ചെയ്തത് തെറ്റ്, അവരോട് പോയി ഒന്ന് അപ്പോളജൈസ് ചെയ്യും. കാരണം പ്രായമായ ആളല്ലെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് പോട്ടെ അങ്ങ് ഫൊഗീവ് ചെയ്ത് വിടാം. പക്ഷേ നോട്ട് എവറിത്തിങ്. യുവർ ഏജ് ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ് ടു സേ എനിത്തിങ്. അപ്പം തൻവിക്കിപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ പുള്ളിക്കാരി എടുത്ത് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞുകൂടായിരുന്നോ? അപ്പോളജൈസ് ചെയ്തൊന്ന് നല്ലപോലെ ഒന്ന് സോറി പറഞ്ഞെങ്കിൽ നമ്മൾ ആ പോട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് വി കുഡ് ഹാവ് കെപ്റ്റ് എ ബേസിക് കോൺടാക്ട് വിത്ത് ഹർ. അതിനെ പോയി ഒരു വീഡിയോ എടുത്ത് ഒരു ഇതൊക്കെ പറയിപ്പിച്ച് ആ വീഡിയോ എടുത്ത് ഒരു വ്ളോഗർ ഇങ്ങനെ പുറത്തിടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ ബാക്ക് സ്റ്റോറി മൊത്തം അറിയാത്ത ആൾക്കാർ എന്താ വിചാരിക്കുക, നമ്മളെക്കുറിച്ച് എന്താ ചിന്തിക്കുക? ശരി, ഓക്കെ, ആൾക്കാർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതൊരു ഇനി അതുകൊണ്ട് മിക്കവാറും നമ്മുടെ അങ്ങോട്ടുള്ള അമ്മയുടെയൊക്കെ വീഡിയോസിലാണെങ്കിലും ചിലപ്പോൾ അമ്മൂമ്മേനെയോ തൻവീനെയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് വരില്ല. അപ്പോൾ വെറുതെ വന്ന് അമ്മൂമ്മ എവിടെ, തൻവി എവിടെ, അമ്മൂമ്മേനെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അത് എന്തെങ്കിലും ഒരു കണക്റ്റ് ഇല്ല. പിന്നെ ഓക്കെ, എല്ലാവരും റിയലിലുള്ളത് തന്നെ ആയിരിക്കണം സോഷ്യൽ മീഡിയയിൽ പുട്ട് ഔട്ട് ചെയ്യുന്നതെന്നില്ല. ഇറ്റ്സ് ഫൈൻ. പക്ഷേ 1 month ആയിട്ട് നമുക്ക് കുറച്ച് ഡൗട്ട്സ് ചില കാര്യങ്ങളിൽ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ വി തിങ്കിങ് പോട്ടെ, അവൾ നാട്ടിലോട്ട് എന്നാലും വരികയല്ലേ, പോട്ടെ സാരല്ല. പക്ഷേ ദിസ് ഹോൾ നാരറ്റീവ് ഓഫ് അപ്പൂപ്പ മരിച്ച ശേഷം നമ്മൾ അമ്മൂമ്മയെ തിരിഞ്ഞു നോക്കാനില്ലാതിരുന്നത് കൊണ്ട് അവിടെ കാനഡയിലുള്ള ഒരു വളരെ സക്സസ്ഫുൾ ലൈഫും കരിയറും ഒക്കെ കളഞ്ഞ് നാട്ടിലോട്ട് വരുന്ന ഒരു ഗ്രാൻഡ് ചൈൽഡ്. I'm sure it's a great narrative for content. There's a lot of sympathy value. There's a lot of wow moments in it. ശരി, അങ്ങനെ ഒരു നാരറ്റീവ് തൻവിക്ക് ഉണ്ടാക്കണമായിരുന്നെങ്കിലും ഉണ്ടാക്കായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ കുറച്ച് ട്വീക്സ് ചെയ്യണമായിരുന്നു. ഷീ കുഡ് ഹാവ് സെഡ് ദാറ്റ് ഓക്കെ, അമ്മൂമ്മയുടെ കയ്യിലിരിപ്പ് കാരണം അമ്മൂമ്മേനെ ഇവരാരും ഇപ്പം തിരിഞ്ഞു എല്ലാവരും കോൺടാക്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഷീ സേയിങ് ഹോപ്പ്ഫുള്ളി ഐ കൻ കം ആൻഡ് സോർട്ട് ആസ് മച്ച്. നമ്മൾ തൻവി ഡയറക്ട്ലി പറഞ്ഞിട്ടില്ലെങ്കിലും അതിൽ നിന്ന് ആൾക്കാർ അസ്യൂം ചെയ്തെടുത്തതാണ് ദാറ്റ് ഷീസ് ബിൻ ദ ഓൺലി വൺ സ്പെൻഡിങ്. അപ്പോൾ കുറേ ആൾക്കാർ കമന്റ് ഉണ്ട്, സിന്ധു ആൻഡ് ഫാമിലി ദേ ആർ ബ്ലഡി റിച്ച് ടീംസ്, എന്നിട്ട് പോലും വയസ്സായ അച്ഛനെ മേനെ തിരിഞ്ഞു നോക്കില്ലെന്ന്. എനിക്കൊന്നും പറയാനില്ല. ഇപ്പം തൻവി പറയുന്ന പോലെ തൻവിയാണ് അവരുടെ അപ്പം പറയുന്നു, അത് നീ ഇല്ലാതെ ആരാ മക്കളെ നമ്മളെ നോക്കാനുള്ളത്. ഇപ്പോൾ ഒരു മാസം ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മെയ്ഡ്, ഒരു ഹോം നേഴ്സ്, ബാക്കി അല്ലാത്ത വീട്ടിലെ അല്ലറ ചില്ലറ പച്ചക്കറി എക്സെട്ര ചിലവെല്ലാം കൂടി വരുമ്പോൾ ഒരു പറഞ്ഞിട്ട് ആൻഡ് അമ്മൂമ്മയ്ക്ക് വൃത്തിപ്രാന്തുണ്ട്. പക്ഷേ ഷീസ് ലൈക്ക് ഈ എല്ലാം സാധനങ്ങൾ കൂട്ടി വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. അതായത് അമ്മൂമ്മയുടെ അടുക്കളയിൽ പോയാൽ ഐ എം നോട്ട് കിഡിങ്, ഒരു മിനിമം ഒരു 150 മിൽക്കി മിസ്റ്റിൻ്റെ
തീർന്ന ഡബ്ബ കിട്ടും. മുരളിയ പാലിൻ്റെ ഒരു 75 കുപ്പി കിട്ടും. അപ്പൂപ്പൻ മരിച്ച ദിവസങ്ങളിൽ ഇവരുടെ വീട്ടിൽ അന്ന് നമ്മൾ ടെക്നിക്കലി ടോക്കിംഗ് ടേംസിലല്ല, പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോട്ടെ എന്ന് പറഞ്ഞ് വേറെ ടോക്കിംഗ്. ഞാനും അമ്മയും ചിന്നമ്മയും ദീനങ്ങളും ഇവരുടെ കാല് പിടിച്ച് പറഞ്ഞാണ് അലവ് us ടു ക്ലീൻ ദിസ് ഹൗസ്. കാരണം അത്ര അപ്പൂപ്പനെ മരിച്ച അപ്പൂപ്പനെ വീട്ടിലോട്ട് കൊണ്ടുവന്നപ്പം നമ്മൾ അങ്ങോട്ട് പോയി. അമ്മയും നമ്മുടെ അന്നുള്ള ഡ്രൈവറും എല്ലാവരും കൂടി ആദ്യം പോയാണ് ആ ഹോളെങ്കിലും ഒന്ന് നീറ്റാക്കിയത്. കാരണം അങ്ങനെയാണ് അമ്മ ആ വീടിനെ ആക്കിയിട്ടിരുന്നത്. ഒരു സൈഡിൽ വൃത്തിപ്രാന്ത്, പക്ഷേ വീട് ക്ലട്ടർ. ആൻഡ് അപ്പൂപ്പൻ്റെ മരണവും ഈ ഫ്യൂണറലും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ 4 പേരും പറഞ്ഞതാ, ദേവി ഇത് നമ്മളെ ഒന്ന് അനുവദിക്കും, നമ്മൾ ഈ വീട് വൃത്തിയാക്കി തരട്ടെ. കാരണം അന്ന് നമ്മൾ പറയുന്നത് എന്താ, ജൂണിൽ തന്നെയും പിള്ളേരും വരും, ആ ന്യൂ ബോൺ കൊച്ചിനെ ഇത്രയും അലമ്പ് പിടിച്ച പൊടി പിടിച്ചൊരു വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, നമ്മൾ വൃത്തിയാക്കി തരാം. നമുക്ക് കുറച്ച് കാർട്ടൺ ബോക്സ് മേടിച്ച് വെച്ച് ഈ കുപ്പ സാധനങ്ങളെല്ലാം ആയിട്ട് നമുക്ക് ഡിസ്കാർഡ് ചെയ്ത് നമുക്കൊരു ഡീപ്പ് ക്ലീനിങ് ആൾക്കാരെ വിളിച്ച് ഫുൾ വീട് വൃത്തിയാക്കാമെന്ന് നമ്മൾ പറഞ്ഞാണ്. ഇത് ഞാൻ കള്ളം പറയുവാണെന്ന് നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചോളൂ. ബട്ട് ഐ സ്വെയർ അപ്പോൺ ഓടി നടന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെയൊക്കെ ആൾക്കാർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ തൻവി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയുടെ പ്രവൃത്തിയെ പൂർണ്ണമായും അഹാന കൃഷ്ണ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് വിഷയത്തിൽ ഇവരെ എതിർത്തിട്ടുണ്ട്. മിക്കവാറും ഞാൻ ഇവരെ ട്രോളി ചെയ്താണ് വീഡിയോ മിക്കതും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇവരുടെ ഭാഗത്തൊരു ന്യായമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ അമ്മയെന്ന് പറയുന്ന അമ്മൂമ്മ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ വളരെ അഡമൻ്റായിട്ടുള്ള ഒരു സ്ത്രീയാണ്, വലിയ ദുർശാഠ്യക്കാരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ശാഠ്യം ഈ ദിയാകൃഷ്ണയ്ക്കും കിട്ടിയോ, ആ ഒരു അഹന്ത കിട്ടിയോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. മറ്റു കുട്ടികളൊക്കെ ഓക്കെയാണ്, ദിയാകൃഷ്ണയ്ക്ക് ലേശം അതുണ്ടോ എന്നൊരു സംശയമുണ്ട്. ആ ഒരു കട്ടും വന്നിട്ടുണ്ട്, ദിയാകൃഷ്ണയുടെ അതേ ഒരു കട്ടാണ്, ആ നടപ്പും കാര്യങ്ങളും ഒക്കെ ഈ ഓസിമോളുടെ ഒരു കട്ടാണ്, ഈ അമ്മയുടെ കട്ടാണ് ഓസിമോക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്യാരക്ടറുള്ള ഒരാളുമായി പൊരുത്തപ്പെട്ടു പോകാൻ വലിയ പാടാണ്. ആ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയ ഈ തൻവി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഇപ്പം ഈ ഒരു പ്രവൃത്തി ചെയ്തത് അങ്ങേയറ്റം തോന്നിയവാസം, ചെറ്റത്തരം, പറയാതിരിക്കാന്ന് വെറുതെയില്ല. സിന്ധു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ ഒരു സിന്ധു ചേച്ചി കയറിൽ പോകാൻ മടിയുള്ള ആളൊന്നും അല്ല. പക്ഷെ കുറച്ച് റെസ്റ്റ്, അല്പം റെസ്റ്റ്, ഭൂമിയിൽ ഇരിക്കാൻ ഒരു റെസ്റ്റ് കൊടുക്കാമായിരുന്നു. അതായത് കഴിഞ്ഞ ആഴ്ച ഓസിമോളും സിന്ധു ചേച്ചിയൊക്കെ എയറിൽ പോയി വന്നതേ ഉള്ളൂ. അതിനെ തൊട്ട് പുറവിൽ തന്നെ സിന്ധു ചേച്ചിയെ വീണ്ടും എയറിൽ വിടാനുള്ള ശ്രമം. പക്ഷെ ആ ഒരു ശ്രമം അത്ര കണ്ട് വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. സെക്കൻഡ് പാർട്ടിൽ ഇതെല്ലാം തിരുത്തി പറഞ്ഞുകൊണ്ട് തൻവി വന്നിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് അഹാനയുടെ ഈ ഒരു വീഡിയോയും കൂടെ വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ 100% ഇവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെയാണ് പ്രത്യക്ഷത്തിൽ എനിക്ക് തോന്നുന്നത്. നമ്മളവരെ തേജോവധം ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈ അമ്മൂമ്മ അത്രയും അധികം അഡമൻ്റായിട്ടുള്ള ഒരാളുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തക്ക രീതിയിലുള്ളൊരു പ്രകൃതമല്ല. പിന്നെ ഇവരുടെ ഭാഗത്തും തെറ്റുണ്ടായിരിക്കും. അഹാന എന്ന ഈ വീഡിയോയിൽ ആ സ്ത്രീ എന്ന് അവർ നോക്കി അമ്മൂമ്മയെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഒരു ദേഷ്യത്തിന്, അതായത് അഹാനയെക്കുറിച്ചും ഈ കൊച്ചുമക്കളെക്കുറിച്ചും കേട്ടാൽ അറയ്ക്കുന്ന അത്രയും ബാലിശമായ മോശമായ വാക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യമായിരിക്കാം. അതവർക്ക് സഹിക്കാൻ ഒട്ടുമേ കഴിയുന്നുണ്ടാവില്ല. അത്രയും അധികം ഒരു ദേഷ്യം അവർക്ക് ഈ അമ്മൂമ്മയോട് വന്നു എന്നുള്ളതാണ്, അതിൻ്റെ പേരിലായിരിക്കാം. എനിവേ ഇവർ തമ്മിലുള്ളൊരു ബന്ധം ഇനി മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഇവരോട് ആരായില്ലെന്നും പ്രത്യേകം പറയുന്നുണ്ട്. ഈ ഒരു സംഭവമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. തൻവി ചെയ്തത് ഏറ്റവും മോശമായൊരു പ്രവൃത്തി തന്നെയാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കോൾ വിളിച്ചിട്ട് ഇത് നാട്ടുകാരെ അറിയിക്കാനൊരു ശ്രമം നടത്തിയതിന് ശേഷം വീഡിയോ കണ്ട കമൻ്റ് ഇട്ട ആൾക്കാരുടെ മിസ്റ്റേക്കാണെന്ന് പറയുന്ന തൻവിക്ക് നല്ല കുഴപ്പം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. എനിവേ ഇതാണ് സംഭവിച്ചത്. എങ്ങനെയാണ് നിങ്ങളിതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.